നമ്മുടെ ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിന്റെ അല്ല ഈ ചാപ്റ്ററിന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിയിട്ടല്ലേ വന്നത്, അത് പഠിച്ചിട്ടല്ലേ വന്നത്, അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വരണം കേട്ടോ. കാരണം എന്താ, അതാണ് ബേസ്. ബിൽഡിങ്ങിന്റെ ബേസ് പോയാൽ പിന്നെ ആകെ എത്ര മുകളിലേക്ക് പൊക്കി കിട്ടിയാലും താഴ്ത്ത് വീഴും. സോ ബേസ് ക്ലിയർ ആക്കി വരണേ, കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഉറപ്പിച്ച് വാ. ഓക്കെ, ജീന്, ക്രോമസോം, അലീല്, ട്രെയ്റ്റ് ഏതുണ്ടെങ്കിലും ഇനി ഒരു 100 പേരെ കൂടി വിടൂ ഷേർഖാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് വാ. ഓക്കെ, ഏത് ടേം പറഞ്ഞാലും എനിക്ക് അതിന്റെ യു ഷുഡ് ബി ഏബിൾ ടു ടെൽ എ സിംഗിൾ ലൈൻ, അറ്റ്ലീസ്റ്റ് എ സിംഗിൾ ലൈൻ. ഈ ഏത് ടേം പറഞ്ഞാലും ഓക്കെ, എന്ത് ഇൻഹെറിറ്റൻസോ വാരിയേഷനോ എന്താണെന്ന് നിങ്ങളോട് ആര് ചോദിച്ചാലും ഒരു സിംഗിൾ ലൈനെങ്കിലും പറയാൻ നിങ്ങൾ ഏബിൾ ആയിരിക്കണം. അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഏതോ തെലുങ്ക്, ഏത് ഭാഷയിലാണെങ്കിലും നിങ്ങളത് പറയാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, എന്നോട് പെട്ടെന്ന് ഒരാൾ ചോദിച്ചു എന്താ ഈ ജീൻ എന്ന് വെച്ചാൽ, ജീൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ഇങ്ങോട്ട് നാവിൽ തുമ്പത്ത് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് എഴുതണമെങ്കിലും നമുക്കൊരു ലൈൻ എഴുതാൻ അതിന് പറ്റിയിട്ടൊരു ലൈൻ എഴുതാൻ നമുക്ക് പറ്റണം. ഓക്കെ, കഴിയണം. അതുപോലെ തന്നെയാണ് ഏതൊരു ടേം പറഞ്ഞാലും അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റണം. സോ അങ്ങനെ ഒരു എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ചാപ്റ്റർ പെട്ടെന്ന് കഴിയും. ഓക്കെ, സോ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. നമ്മൾ ചാപ്റ്ററിലേക്ക് കടന്നാലോ? നമുക്ക് ഇതൊക്കെയാണ് ഈ സംഭവം. ഡൊമിനൻസ്, റിസസീവ്, ജീന്, RNA, DNA, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ ജീന്, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓരോ കളികളാണ്. ഓക്കെ, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ നടക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്ന് ആലോചിച്ചേ. നിങ്ങൾ ദിവസവും നമ്മളിങ്ങനെ രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ഓക്കെ, ഞാൻ ഈ ന്യൂട്ടണൊക്കെ രാവിലെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇപ്പം ഗ്രാവിറ്റി കണ്ടുപിടിച്ചേക്കാം എന്ന് പോയിട്ട് കണ്ടുപിടിച്ചതാണോ? അല്ല, അതൊക്കെ കോയിൻസിഡൻ്റലി ആണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഹിന്റ് കിട്ടും. അതുപോലെ അങ്ങനെ ചില ഹിൻ്റൊക്കെ കിട്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത അതിന് ഒരു ബേസ് ഇട്ട ഒരാളുണ്ട്. ആ ബേസിൽ നിന്നുമാണ് പിന്നീട് ജനറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു ബ്രാഞ്ചിൻ്റെ കെട്ടിടം ഉയർന്നു വന്നത്. ഓക്കെ, ആ ബേസ് ഇട്ട ആളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ജനറ്റിക്സ് സംഭവങ്ങൾ, ഈ ഹൈബ്രിഡൈസേഷൻ, ക്രോസിങ്, ഇതൊക്കെ നിങ്ങൾ കേട്ട് ഞാൻ മടുത്തു എന്നായിണ്ടോ? മടിക്കരുത്, കാരണം ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇങ്ങനെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ തന്നെയായിരിക്കും ഈ ചാപ്റ്ററിൽ അധികം പറയാൻ പോകുന്നത്. ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവമൊന്നുമല്ല, അന്ധകാലത്ത് പണ്ട് മുതലേ തുടങ്ങിയതാ. ഓക്കെ, ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ശിലയിൽ കൊത്തി വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ഡേറ്റ് പാം ഇല്ലടാ, കാരക്ക, അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നതിൻ്റെ ചിത്രമാണിത്. അതിലുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പം അങ്ങനെ കണ്ടുപിടിച്ചെടുത്തതാണ്. ഓക്കെ, സോ അന്ന് മുതലേ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആർക്കും അറിയില്ല ഇത് ജീനാണ്, ഈ ക്രോമോസോം ഇങ്ങനെ പോകുന്നു, ഗ്യാമീറ്റ് ഉണ്ട്, അതൊന്നും ആർക്കും അറിയില്ല. ഡൊമിനന്റ്, റിസസീവ്, അതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഈ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നത്, കണ്ടുപിടിച്ച് വരുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ നമ്മൾ? വേണ്ടേ? പെട്ടെന്ന് നിങ്ങളോടൊരു ലാംഗ്വേജ് ഉണ്ടാക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് അക്ഷരം മുതൽ ഓരോ വേർഡ്സ് വരെ ഉണ്ടാക്കി തുടങ്ങണം. അതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം, ഗ്രിഗർ ജോൺ മെൻഡൽ. ഇയാൾക്ക് മെൻ്റൽ ആണെന്ന് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാല്യൂ അറിയാം. നമ്മൾ അറിയാതെ പോയ ചില സൂപ്പർ ഹീറോസ് ഇല്ലേ, അതിലൊരാളാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. ഇദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നും. നമ്മൾ ഇങ്ങനെ അറിയാതെ പോയ സയൻറ്റിസ്റ്റുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ഡു വാച്ച്. ഓക്കെ, അതുപോട്ടെ, ഓണത്തിൻ്റെ ഇടയ്ക്കാണ് പുട്ടുകച്ചവടം. അടുത്തത് ഈ മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതാണ് നമുക്ക് ഈ ഇത് കുറച്ച് അങ്ങോട്ട് പോയിട്ടോ, ഇൻഹെറിറ്റൻസ് ഉണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, സോ അദ്ദേഹം
ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ വർക്ക് അതിൽ നിന്നുമാണ് നമ്മൾ തുടങ്ങുന്നത്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ നമുക്കിതൊന്നും അറിയില്ലേ, നമ്മൾ ജീൻ എന്താണെന്ന് അറിയില്ല എന്നുള്ള അങ്ങനെ ഒരു മട്ടിലാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കമൊക്കെ പോകുന്നത്. ജീനിനെയൊക്കെ ഫാക്ടർ എന്നാണ് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ, ജീൻ ഇങ്ങനെയാണ് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല, മൈക്രോസ്കോപ്പിലൊന്നും കണ്ടിട്ട് പോലുമില്ല. മനസ്സിലായോ? അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരൊക്കെ കൊടുത്ത് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഈ ഗ്രിഗർ ജോൺ മെൻഡൽ ഒരു പാവപ്പെട്ട കർഷകന്റെ മകനായിരുന്നു. വലിയ പൈസക്കാരനോ കോടീശ്വരനോ ഒന്നും അല്ല. ആൻഡ് ഇദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. വലിയ സയന്റിസ്റ്റ് ഒന്നും അല്ല, ഡാറ് സയന്റിസ്റ്റ് ഒന്നും അല്ല, ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, ഒരു ഫാർമറിൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൃഷിസ്ഥലത്ത് ചെറിയ ചെറിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് ആണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇത്. മനസ്സിലായോ? ഓക്കെ, ഇതാ ഇത്ര സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ്, അല്ലാതെ വലിയ എന്താ പറയുക ഭയങ്കര വലിയ ലാബൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച സംഭവം ഭയങ്കര സംഭവമാണേ. നോക്കാം, അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണിത്, പൈസം സറ്റൈവം. നിങ്ങൾക്ക് ഇപ്പം ഈ പേര് പരിചയമായിട്ടുണ്ടാവും, പൈസം സറ്റൈവ, അല്ലെങ്കിൽ നമ്മൾ ഗാർഡൻ പീ എന്ന് പറയും അല്ലേ. ഗാർഡൻ പീ, തോട്ടപ്പയർ, സാധാ പയറല്ല, നമ്മൾ ഈ നീളമുള്ള പയറല്ല, ഇത് വേറെ. ഓക്കെ, സോ ഇത് ഗാർഡൻ പീ അല്ലെങ്കിൽ തോട്ടപ്പയർ അല്ലെങ്കിൽ പൈസം സറ്റൈവോ. ഓക്കെ, പൈസം സറ്റൈവോ ഇതിലായിരുന്നു അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന, ഹൈബ്രിഡൈസേഷൻ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, 2 പ്ലാന്റ് അതിനെ നമ്മൾ നാച്ചുറലി അല്ലാതെ നമ്മളായിട്ട് പോയിട്ട് ക്രോസ് ചെയ്യുന്നു, അതിൽ നിന്നും വിത്തുകൾ ഉണ്ടാക്കുന്നു. നാച്ചുറലി നിങ്ങളിപ്പോൾ ഒരു ചെടി പോയി കുഴിച്ചിട്ട് പോയാൽ, ഇപ്പോൾ വെണ്ടയ്ക്കയോ തക്കാളിയോ ഒക്കെ കുഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പോയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു പൂവിൽ നിന്നും കുറച്ച് പോളൻ ഗ്രെയിൻ എടുത്ത് മറ്റേ പൂവിൻ്റെ സ്റ്റിക്മേൽ കൊണ്ട് ഡസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും വേണ്ടല്ലോ. അത് കുഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കായൊക്കെ ഉണ്ടായിക്കോളും. അത് നാച്ചുറൽ പോളിനേഷൻ ഒക്കെ നടത്തിട്ട്. പക്ഷേ നമുക്ക് വേണ്ട സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളായിട്ട് പോയി ചെയ്യണം. നാച്ചുറിന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടുപിടുത്തങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരാഗ്രഹമുണ്ട്, ഈ വലിയ പ്ലാന്റും ഈ ചെറിയ പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, പോളൻ ഗ്രെയിന് സ്റ്റിക്മേൽ പോയി വീണ് അതിൻ്റെ പൂവിൽ നിന്നും സീഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സീഡ് വലുതായി വരുന്നത് വലിയ പ്ലാന്റ് ആണോ ചെറിയ പ്ലാന്റ് ആണോ എന്ന് അറിയാനൊരു ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്. ഓക്കെ, പൈസ സറ്റൈവത്തിൻ്റെ ഫ്ലവർ ക്ലെയ്സ്റ്റോ ഗ്യാമസ് ഫ്ലവറാണ്, അതായത് ക്ലോസ്ഡ് ഫ്ലവറാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാവുക? ഇത് ആന്തറാണ്, ഇത് സ്റ്റിഗ്മയാണ്. ഓക്കെ, സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ഈ പോളൻ ഗ്രെയിൻസ് വന്ന് വീണാൽ അപ്പം സെൽഫ് പോളിനേഷൻ, ഒരു ഫ്ലവറിൻ്റെ സ്വന്തം പോളൻ ഗ്രെയിൻസ് സ്വന്തം സ്റ്റിഗ്മയിൽ വന്ന് വീണാൽ അത് സെൽഫ് പോളിനേഷൻ. വേറെ ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീണാൽ അത് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ. ഇത് എങ്ങനെ വേണേലും നേച്ചറിൽ സംഭവിക്കാം മക്കളെ. പക്ഷേ ഗാർഡൻ പീല് അടഞ്ഞിട്ടുള്ള ഫ്ലവർ ആയതുകൊണ്ട് സെൽഫ് പോളിനേഷൻ ആണ് നാച്ചുറലി സംഭവിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു വലിയ നീളമുള്ള പ്ലാന്റും ഹൈറ്റ് കുറഞ്ഞ ഒരു പ്ലാന്റും, ടോളും ഡോർഫും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യണം. അവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്ന് നോക്കണം. നിങ്ങൾ ഈ ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ടുള്ള പ്രോജനി എന്നൊക്കെ പറയുമ്പോൾ എന്താ ആലോചിക്കേണ്ടതെന്ന് അറിയോ? ഇതിൻ്റെ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണു മക്കളെ. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓവറി വലുതായി ഫ്രൂട്ട് ആവല്ലേ ചെയ്യുക, ഈ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ട് അങ്ങനെയല്ലേ പയറുണ്ടാവുക. അപ്പോൾ ഇത് പയറായി, പയർ വരയ്ക്കാം, പച്ച കളറിൽ വരയ്ക്കാം. ഓക്കെ, ഇത് പയറായി, ഈ ഫ്ലവറൊക്കെ പോയി പോട്ടെ എനിക്ക് കൺഫ്യൂഷൻ ആവും. ഈ ഫ്ലവർ കൊഴിഞ്ഞു പോയി. എന്നിട്ട് എന്തുണ്ടായി? ഇതെന്താടാ? പയറല്ലേ? ആണ് പയർ. ഈ പയർ നമ്മൾ മൂത്ത് കഴിഞ്ഞപ്പോൾ പറിച്ചിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ സീഡുണ്ട്. ഇതാണ് മക്കളെ പ്രോജനി, ഇതാണ് കുട്ടി. ഈ സീഡിനെ കുഴിച്ചിട്ടിട്ടുണ്ടാവുന്ന പ്ലാന്റ് വലുതാണോ ചെറുതാണോ എന്ന് നോക്കണം. അതാണ് ചെയ്യേണ്ടത്. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? അല്ലാതെ നമ്മൾ വല്ല ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് F1 പ്രോജനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനുഷ്യന്മാരാണെങ്കിൽ കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറയാം. പക്ഷേ പ്ലാന്റിൻ്റെ ആവുമ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ പ്ലാന്റ് എവിടെയാണോ സ്റ്റിഗ്മ ഉള്ള പ്ലാന്റ്, ഏതാണോ ഫീമെയിൽ പ്ലാന്റ്, ആ പ്ലാന്റിലാണ് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക. ആ ഫ്രൂട്ടിൽ നിന്നും എടുക്കുന്ന സീഡാണ് കുഴിച്ചിടുക. അതാണ് അതിൻ്റെ സീഡ്.
അതായത് കുട്ടി എന്ന് വെച്ചാൽ ആ പ്ലാന്റിൽ വേറെ വേറെ ഫ്ലവർ ഉണ്ടെങ്കിൽ അതൊന്നൊക്കെ എടുക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഏത് ഫ്ലവറിലാണോ ഇത് കൊണ്ടിട്ടത് അതിലായിരിക്കും ഈ സാധനം ഉണ്ടാവുക. അതെടുക്കണം. കിട്ടിയോ? കൂടുതൽ തല പൊക്കിക്കാൻ നിൽക്കരുത്. ഓക്കെ. സോ ഇപ്പം എന്താ പറഞ്ഞത്? പൈസ സട്ടൈവത്തിലാണ് വർക്ക് നടന്നിട്ടുള്ളത് അദ്ദേഹം എന്ത് ചെയ്തു? മെന്റൽ കണ്ടക്റ്റഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഓർ ക്രോസ് പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആർട്ടിഫിഷ്യൽ ആയിട്ട്, നാച്ചുറൽ അല്ല. നമ്മൾ പോയിട്ട് ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടിടുന്നു, ഇവിടുന്ന് പോളൻ എടുത്തിട്ട് ഇവിടെ സ്റ്റിഗ്മയിൽ സർഫസിൽ കൊണ്ടിടുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ. അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ. ഞാൻ പറഞ്ഞു ഇത് അടഞ്ഞിട്ടുള്ള പൂവാണ്, അപ്പോൾ പുറത്തുനിന്ന് പോളൻ ഒന്നും ഇതിന്റെ മുകളിൽ വന്ന് വീഴില്ല. നിങ്ങൾ പയറിൻ്റെ ഒക്കെ പീ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഫ്ലവേഴ്സ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ അടഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അതിൽ വന്ന് വീഴില്ല. സോ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണെന്ന് പറയുമ്പോൾ ക്രോസ് പോളിനേഷൻ ആണ്. വേറൊരു പ്ലാന്റിന്റെ പോളൻ ഗ്രെയിന് ഈ പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നതിനെയാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. ക്രോസ് പോളിനേഷൻ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ. മറ്റേത് സെൽഫ് പോളിനേഷൻ, ഒരാളേ ഉള്ളൂ. ക്രോസ് പോളിനേഷൻ എക്സ്പെരിമെന്റ്സ് യൂസിങ് സെവറൽ ട്രൂ ബ്രീഡിംഗ് പീ ലൈൻസ്. എന്താ ഈ ട്രൂ ബ്രീഡിങ്? നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്ത സെയിം ലൈൻ ആണ്. എ ട്രൂ ബ്രീഡിംഗ് ലൈൻ ഈസ് വൺ ദാറ്റ് ഹാവിങ് undergone continuous self pollination. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ ചെയ്ത് അതായത് സെൽഫ് പോളിനേഷൻ ചെയ്തു, ഒരു സീഡ് ഉണ്ടായി, അതിനെ മുളപ്പിച്ച് വലുതാക്കി, അതിന്റെ പൂവിൽ വീണ്ടും സെൽഫ് പോളിനേഷൻ ചെയ്തു, അതിലും സീഡ് ഉണ്ടായി, അത് മുളപ്പിച്ച് വീണ്ടും ഒരു പ്ലാന്റ് ആക്കി, അതും സെൽഫ് പോളിനേഷൻ ചെയ്തു, അതും വലിയ പ്ലാന്റ് ആക്കി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റ ജനറേഷൻ, ഒരൊറ്റ ലൈന്. എന്നിട്ടുണ്ടാവുന്നതിന് ട്രൂ ബ്രീഡിംഗ് എന്നാ പറയാ. കാരണം എന്താ? അതിലുള്ള ജീൻ എന്ന് പറയുന്നത് പ്യുവർ ആയിരിക്കും, ഇതിന്റെ ജീന് തന്നെയായിരിക്കും, പുറത്തുനിന്ന് വേറെ ജീനൊന്നും വന്നിട്ടില്ല. അതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ. ഹാവിങ് undergo continuous self pollination shows the stable trait inheritance. ട്രേറ്റ് എന്തായിരുന്നു ട്രേറ്റ്? ഫ്ലവർ കളർ ആണെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ വൈറ്റ്. ഇവിടെ വയലറ്റ് ചെടീൻ്റെ പൂവിനെ ആണ് നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്തത്. ഉണ്ടായ ചെടിക്ക് വയലറ്റ്, വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തു, അടുത്തത് ചെടിക്കും വയലറ്റ് തന്നെ. ഇനി അങ്ങോട്ട് എങ്ങനെയാക്കിയാലും വയലറ്റ് തന്നെ. കാരണം എന്താ മക്കളെ? ഈ ജീന് മാത്രമാണ് ഐസൊലേറ്റ് ചെയ്ത് പോകുന്നത്, വേറെ പുറത്തുനിന്ന് വൈറ്റ് അലിയിൽ വരുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഇനി മനസ്സിലാവും, സാരമില്ല, പോട്ടെ. ഇപ്പൊ മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. സ്റ്റേബിൾ ട്രേറ്റ് ഇൻഹെറിറ്റൻസ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ സെവറൽ ജനറേഷൻസ്. സ്റ്റേബിൾ ട്രേറ്റ് ഇൻഹെറിറ്റൻസ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ സെവറൽ ജനറേഷൻ. എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഈ ഒരു ട്രേറ്റ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനാണ് ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുക. മെൻ്റൽ ആദ്യം നമ്മളൊരു വർക്കൗട്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അത് ട്രൂ ബ്രീഡിംഗ് ആക്കണം. ഞാൻ പറഞ്ഞു ടെക്സ്റ്റിൻ്റെ ആ ഒരു ഇരിപ്പോഷം അനുസരിച്ച് നിങ്ങൾ ഈ ആദ്യം മുതൽ വായിക്കുമ്പം ഇതൊന്നും കത്തില്ല. കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ അതായിരുന്നു എന്ന് മനസ്സിലാവുക. കിട്ടിയില്ലേ? ഓക്കെ. അപ്പം ട്രൂ ബ്രീഡിങ്, എന്തിനാ ഈ ട്രൂ ബ്രീഡിങ് ആക്കുന്നതെന്ന് ഇപ്പോഴും കിട്ടാത്ത ആൾക്കാരുണ്ടാവും. മനസ്സിലാവും കേട്ടോ, കുറച്ച് മനസ്സിലാവും. സോ ട്രൂ ബ്രീഡിങ് ആക്കുന്നു, അതായത് ജീനുകൾ ഇതിൻ്റെ മാത്രം ജീനാക്കുന്നു. അതായത് വേറെ ട്രീറ്റ് ഒന്നും വരാൻ പാടില്ല. നമ്മൾ ഡോർഫ് തമ്മിൽ ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അറിയണം ഇതിൽ ടോള് മാത്രമേ ഉള്ളൂ, ഇതിൽ ഡോർഫ് മാത്രമേ ഉള്ളൂ എന്ന്. അതെന്തിനാന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ. മെൻ്റൽ പീ പ്ലാന്റ് എടുത്തു, എന്നിട്ട് അതിൽ മെൻ്റലിന് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി. അതായത് എടുത്തു കാണുന്ന 7 ക്യാരക്ടർ എടുത്തു മെൻ്റൽ. എത്ര ക്യാരക്ടർ? 7 ക്യാരക്ടർ എടുത്തു. സീഡ് ഷേപ്പ്, സീഡ് കളറ്, പോഡ് ഷേപ്പ്, പോഡ് കളറ്, ഫ്ലവർ കളറ്, ഫ്ലവർ പൊസിഷൻ, പ്ലാന്റിന്റെ ഹൈറ്റ്. ഇങ്ങനെ 7 എണ്ണം ഓർഡറിൽ പറയാം. സീഡ് ഷേപ്പ്, സീഡ് കളറ്, ഫ്ലവർ കളറ്, പോഡ് ഷേപ്പ്, പോഡ് കളർ. ഈ പോഡ് എന്ന് പറയുന്ന ആ പയറില്ലേടാ, അതിനെയാണ് പറയുന്നത്. പോഡ് ഷേപ്പ്, പോഡ് കളറ്, ഫ്ലവർ പൊസിഷൻ, സ്റ്റെമ്മിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഹൈറ്റ്. ഇതിൽ സീഡ് ഷേപ്പ് എന്ന് വെച്ചാൽ സീഡ് ഒന്നെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള സീഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടുള്ള സീഡ് ഉണ്ടാവും. അങ്ങനെയുള്ള കടലയൊക്കെ കണ്ടിട്ടില്ലേ? ചുക്കി ചുളിഞ്ഞിട്ടുള്ള ചുക്കി ചുളിഞ്ഞിട്ടുള്ള ഇതുണ്ടാവും. ഇതാണ് സീഡിന്റെ ഷേപ്പ്. സീഡിന്റെ കളറ് ഒന്നെങ്കിൽ യെല്ലോ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രീൻ ആയിരിക്കും. ഈ പീ പ്ലാന്റിന്റെ കേസിലാണ് ഞാൻ കുറച്ചും കൂടി തർപ്പിച്ച് പറയുന്നു, പീ പ്ലാന്റിന്റെ കേസിലാണ്, ഈ പ്ലാന്റിന്റെ കേസിലാണ്. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ പ്ലാന്റിനെയും പറയുന്നില്ല.
മെന്റൽ എടുത്തിട്ടുള്ള പീ പ്ലാന്റിന് റൗണ്ട് സീഡും ഉണ്ട്, റിങ്കിൾഡ് സീഡും ഉണ്ട്, മഞ്ഞ സീഡും ഉണ്ട്, പച്ച സീഡും ഉണ്ട്. ഫ്ലവർ കളർ വയലറ്റും ഉണ്ട്, വൈറ്റും ഉണ്ട്. പോട്ട് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് അല്ലെങ്കിൽ ഫുള്ള് കൺസ്ട്രക്റ്റഡ്. ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത്. കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ സീഡില്ലേ, ആ സീഡ് ഉള്ളിൽ സീഡ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പുറമെ ഇങ്ങനെ 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 നമ്മൾ പുളിയൊക്കെ അല്ലേ, പുളി അതിൻ്റെയൊക്കെ ഷേപ്പ് അങ്ങനെ ഇതാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത്, ഉള്ളിൽ സീഡ് ഉണ്ടാവും, സീഡ് ഉണ്ടോയെന്ന് അറിയാൻ കൂടിയില്ല അങ്ങനെ. സോ ഫുൾ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ്. പോഡ് കളർ ഗ്രീന് യെല്ലോ. ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ഓർ ടെർമിനൽ. ആക്സിയൽ ഓർ ടെർമിനൽ, എന്താ ആക്സിയൽ എന്താ ടെർമിനൽ? ഇത് പ്ലാന്റ്, ഈ പ്ലാന്റിന്റെ ആക്സിസ് ആണ് ഇത്, അതിന്റെ സൈഡിലൂടെ ആണ് ഫ്ലവർ ഉണ്ടാവുന്നതെങ്കിൽ ഇതാണ് ആക്സിയൽ. ടെർമിനൽ എന്ന് പറഞ്ഞാൽ അറ്റത്ത്, ഈ പ്ലാന്റ് അതിന്റെ അറ്റത്ത് ആണ് ഫ്ലവർ ഉണ്ടാവുന്നത്, ടെർമിനൽ. ആക്സിയൽ ഓർ ടെർമിനൽ. ഓക്കെ, ദാ ടെർമിനൽ ഉണ്ടോ, പ്ലാന്റിന് അറ്റത്താണ് ഫ്ലവർ ഉണ്ടായത്, ഇവിടെ സൈഡിലേക്കാണ്. ആക്സിയൽ അല്ലെങ്കിൽ ടെർമിനൽ. ആൻഡ് സ്റ്റെം ഹൈറ്റ് ടോൾ അല്ലെങ്കിൽ ഡോർഫ്. അത്യാവശ്യം വലിയ പ്ലാന്റ്, ചെറിയ പ്ലാന്റ്. ഇതും ഞാൻ പറയുന്നു പീ പ്ലാന്റിന്റെ കേസിലാണ്. ലോകത്തുള്ള എല്ലാ പ്ലാന്റും ഒന്ന് ഈ ഹൈറ്റും ഒന്ന് ഈ ഹൈറ്റും അല്ല. ചിലത് അങ്ങനെ ഇങ്ങനെ ഒരു ഗ്രഡേഷൻ നമുക്ക് കാണാം. ഇത്രയും ചെറിയ പ്ലാന്റ് മുതൽ അത്ര വലിയ 110 മീറ്റർ ഹൈറ്റ് വരെയുള്ള റെഡ്വുഡ് ട്രീ ഒക്കെ അല്ലേ, അത്ര വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു പീ പ്ലാന്റിന്റെ കേസിലാണ്. ഈ എടുത്ത പ്ലാന്റിന്റെ കേസിലാണ് നമ്മൾ ടോള് ഡോർഫ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ടോൾ ഇതാ റൗണ്ട് റിങ്കിൾഡ് യെല്ലോ ഗ്രീന് ടോൾ പ്ലാന്റ്. ഇതാ ഇവർ രണ്ടുപേരും ടോൾ പ്ലാന്റാ. ഇതാണ് ഡോർഫ് പ്ലാന്റ്. ഓക്കെ, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഇത് ചെറുതാണെന്ന്. ഇത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ്, ഇത് വളഞ്ഞിടുന്നുണ്ട്, ഇത് പൊക്കി വെച്ചാൽ ഇത് വലിപ്പുണ്ടാവും. ഓക്കെ ഓക്കെ. ഇനി മെന്റൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ട്രേറ്റ് ഒക്കെ എടുത്ത് വെച്ച് പറഞ്ഞല്ലോ. മെന്റൽ 10 വർഷമാണ് ഈ പ്ലാനിൻ്റെ മുകളിൽ വർക്ക് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ 10 വർഷം ചില്ലറയല്ല. നമ്മൾ ഇന്ന് നാളെയും മറ്റന്നാളും കൂടി ചിലപ്പോൾ എന്തെങ്കിലും ഒന്നിൻ്റെ മുകളിൽ പണിയെടുക്കും, എന്നിട്ടും ശരിയായില്ലെങ്കിൽ നമ്മൾ എന്താക്കും, വിട്ടേച്ചും പോകും അല്ലേ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻസ് ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 10 വർഷം. എന്നിട്ടോ ആരും അറിയപ്പെടാതെ അദ്ദേഹം മരിച്ചുപോയി. ആരും അംഗീകരിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഐഡിയാസോ ഒന്നും ആരും അംഗീകരിച്ചില്ല. അദ്ദേഹം മരിച്ച് പിന്നീട് 16 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വർക്കൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ച് ഇതൊക്കെ ശരിയാണല്ലോ എന്ന് പറഞ്ഞു വരുന്നത്. ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പട്ടിപ്പണി എടുത്തിട്ട് നമ്മൾ ഒരു സംഭവം ആരും അറിഞ്ഞില്ല, നമ്മൾ വെറും സാധാരണക്കാരനായിട്ട് ജീവിച്ചു, സാധാരണക്കാരായിട്ട് മരിച്ചുപോയി. നമ്മളെ ആ ഒരു എഫേർട്ട് അന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ രാജാവ് ആവേണ്ട ആളാണ്. രാജാവ് മനസ്സിലായല്ലോ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അല്ലാതെ കിരീടം വെച്ച രാജാവ് അതല്ല. ഓക്കെ, സോ സ്റ്റെം ഹൈറ്റ് ടോള് അല്ലെങ്കിൽ ഡോർഫ്, ഇതാണ് അതിൻ്റെ അതൊക്കെ ക്യാരക്ടർ. സ്റ്റെമ്മിന്റെ ഹൈറ്റ്, ക്യാരക്ടർ, ട്രേറ്റ് ഏതൊക്കെയാ? ടോള് ഡോർഫ്, 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. ഫ്ലവറിന്റെ കളർ വയലറ്റ് വൈറ്റ്. ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ടെർമിനൽ. പോട്ട് ഷേപ്പ് ഇൻഫ്ലാറ്റഡ് കൺസ്ട്രക്റ്റഡ്. പോട്ട് കളർ ഗ്രീന് യെല്ലോ. സീഡ് ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ്. സീഡ് കളർ യെല്ലോ ഗ്രീന്. ഇവിടെ നിങ്ങൾ ഈ ആദ്യം എഴുതുന്ന ട്രേറ്റ് ആണ് നമ്മൾ ഡൊമിനന്റ് എന്ന് പറയുന്നത്. ഡൊമിനന്റ് ഞാൻ പറഞ്ഞില്ലേ, CFL കുഞ്ഞ് LED CFL കത്തിച്ചാൽ രണ്ടും ഒരുമിച്ച് കത്തിച്ചാൽ CFL കാണുള്ളൂ, അതാണ് ഡൊമിനന്റ്. സോ ഇതിൽ 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് കാണുന്ന ആളാണ് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്, ഡൊമിനന്റ് ആൾക്കാർ. ഇവരാണ് അടിപൊളി CFL. മറ്റേതൊക്കെ LED ബൾബ്. ഓക്കെ, CFL ഇല്ലെങ്കിലേ LED കത്തുള്ളൂ, LED കത്തിയിട്ട് കാണുള്ളൂ. ഓക്കെ, അത് ആലോചിക്കുക. സോ ഈ ആദ്യം എഴുതിയതൊക്കെയാണ് ഡൊമിനന്റ്. ടോള് ഡോർഫ് ആലോചിച്ചൂടെ? ടോള് ഡൊമിനന്റ്, ഡോർഫ് ചെറുത്, LED ചെറുത്. വയലറ്റ് വൈറ്റ്. വയലറ്റ് നല്ല അടിപൊളി കളർ. വൈറ്റ് എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്, സോ ചെറുത്. ഓക്കെ, ആക്സിയൽ ടെർമിനൽ. ആക്സിയലാണ് ഡൊമിനന്റ്, ടെർമിനൽ അറ്റത്ത് പൂവുള്ളത് റിസസീവ. ഇൻഫ്ലാറ്റഡ് കോൺസ്ട്രക്റ്റഡ് അറിഞ്ഞൂടെ, ചുളുങ്ങിയത് അത്ര നല്ലതല്ലല്ലോ, നല്ല പൊന്തി നിൽക്കുന്നതല്ലേ ഡൊമിനന്റ്. ഓക്കെ, ഇൻഫ്ലാറ്റഡ് ഡൊമിനന്റ്. ഗ്രീന് യെല്ലോ. പയർ, മഞ്ഞ പയർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ട പയറൊക്കെ പച്ചയാ. അപ്പോൾ അത് ആലോചിക്കുക, മഞ്ഞപ്പയർ ഉണ്ട് പക്ഷെ അത്ര കോമൺ അല്ലല്ലോ. സോ പച്ച ഡൊമിനന്റ്, മഞ്ഞ റിസസീവ്. അത് അങ്ങോട്ട് മാറിപ്പോരുതേ. കാരണം എന്താ, ഇവിടെയുണ്ട് ഗ്രീനും യെല്ലോയും, ഇവിടെയുണ്ട്. ഇവിടെ യെല്ലോ ഡൊമിനന്റ്, ഇവിടെ ഗ്രീൻ ഡൊമിനന്റ്. പയറിന്റെ കേസിൽ, പോഡിന്റെ കേസിൽ ഗ്രീൻ ഡൊമിനന്റ്. കാരണം എന്താ, പച്ചപ്പയറാണ് കോമൺ. ഇനി റൗണ്ട് റിങ്കിൾഡ്. ഓഫ് കോഴ്സ് ചുളുങ്ങിയ സാധനത്തിനൊക്കെ ആരെങ്കിലും ഡൊമിനന്റ് ആക്കൂ? ഇല്ല, ചുളുങ്ങിയ സാധനം റിസസീവ് ആണ്, ഇതാണ് ഡൊമിനന്റ്. യെല്ലോ ഗ്രീന്.
യെല്ലോ ഗ്രീന്, മറ്റേത് ഗ്രീന് ഡൊമിനൻ്റ് ആകുമ്പോൾ പിന്നെ ഇത് യെല്ലോ ഡൊമിനൻ്റ് ആക്കരുത്, ഇത് റിസസീവ് ആണ്. അല്ല, ഇത് യെല്ലോ ഡൊമിനൻ്റ് ആണ്, ഇത് ഗ്രീന് ഡൊമിനൻ്റ് ആണ്. ഓക്കെ, യെല്ലോ എന്ന് പറഞ്ഞാൽ മറ്റേതില്ലേടാ, അതിന് സീഡില്ലേ, സീഡിൻ്റെ കളറാണ്, യെല്ലോ ആണ് ഡൊമിനൻ്റ്, ഗ്രീൻ ആണ് റിസസീവ്. ആലോചിച്ച് വെക്കണേ. സോ ഈ ഡൊമിനൻ്റ് റിസസീവ് നിങ്ങൾ മാറിപ്പോയത്, ഇത് മാറിപ്പോയാൽ നമ്മൾ എഴുതുന്ന ക്രോസ് ഒക്കെ തെറ്റിപ്പോവും. സോ ഇതാണ് നിങ്ങൾ തെറ്റാതെ കാണാതെ പഠിക്കുകയെ മനസ്സിലാക്കി പഠിക്കുകയെ വോട്ടെവർ, ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ ഈ ഒരു ബോക്സ്. ഓക്കെ, ഡൊമിനൻ്റ് റിസസീവ് മാറിപ്പോകരുത് കേട്ടോ മക്കളേതാ. ഈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഡൊമിനൻ്റ് ട്രേറ്റ് റിസസീവ് ട്രേറ്റ് എന്ന്, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ നോക്കണേ, മറക്കരുത്. ഓക്കെ, ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് പോയാലോ. നമ്മളെ മെൻ്റലിൻ്റെ ആദ്യത്തെ ക്രോസ്, ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, ഒരു ജീനിൻ്റെ ഇൻഹെറിറ്റൻസ്. ഇത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജീനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ. ഒരു ജീന് ഒന്നെങ്കിൽ ഫ്ലവറിൻ്റെ കളറ്, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഹൈറ്റ്, അല്ലെങ്കിൽ സീഡിൻ്റെ കളറ്, സീഡിൻ്റെ ഷേപ്പ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഒരൊറ്റ ജീന്, ആ ജീന് കളറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ജീന്, പ്ലാന്റിൻ്റെ ഹൈറ്റിന് കാരണമായിട്ടുള്ള ആ ജീന് മാത്രം നമ്മൾ എടുക്കുന്നു. സിംഗിൾ മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്. ആ ഒരൊറ്റ കാര്യത്തിൽ ഹൈബ്രിഡിനെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അതായത് ടോൾ പ്ലാന്റ് എടുത്തു, ഡോർഫ് പ്ലാന്റ് എടുത്തു, ക്രോസ് ചെയ്തു, മോണോ ഹൈബ്രിഡ് ഉണ്ടാവുന്നത് മോണോ ഹൈബ്രിഡ് ആണ്. ഒരു ജീനിൻ്റെ കേസിലാണ്, ഒരൊറ്റ ജീനിൻ്റെ കേസിലാണ്. അന്നേരം ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഹൈറ്റുള്ള പ്ലാന്റും ഡോർഫ് പ്ലാന്റും എടുത്തല്ലോ, ചിലപ്പോൾ ഈ ഹൈറ്റുള്ള പ്ലാന്റിന് ചിലപ്പോൾ വയലറ്റ് ഫ്ലവർ ആയിരിക്കും, ഡോർഫ് പ്ലാന്റിന് വൈറ്റ് ഫ്ലവർ ആയിരിക്കും. അന്നേരം അത് മൈൻഡ് ആക്കാൻ പോകരുത്. അത് മൈൻഡ് ആക്കാൻ പോയാൽ മെൻ്റലിന് പണ്ടേ മെൻ്റൽ ആയേനെ. മെൻ്റൽ എന്ത് ചെയ്തു, അറ്റ് എ ടൈം ഒരൊറ്റ സംഭവം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കറക്റ്റ് ആൻസേഴ്സ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ എപ്പോഴോ തെറ്റിപ്പോവും. ഓക്കെ, മനസ്സിലായല്ലോ. അത് ഈ ചാപ്റ്റർ കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന്. മെൻ്റൽ പഠിച്ച സമയത്ത് മെൻ്റലിൻ്റെ മൈൻഡിലേക്ക് നിങ്ങൾ വരിക കേട്ടോ. മെൻ്റലിന് എന്താ അറിയില്ല, ജീൻ എന്താ അറിയില്ല, ക്രോമോസോം എന്താണെന്ന് അറിയില്ല. മെൻ്റൽ എന്ത് ചെയ്തു, വലിയൊരു പ്ലാന്റ് എടുത്തു, ചെറിയൊരു പ്ലാന്റ് എടുത്തു, ഒരു ടോൾ പ്ലാന്റ് എടുത്തു, ഡോർഫ് പ്ലാന്റ് എടുത്തു, ഹൈബ്രിഡൈസ് ചെയ്തു. ഡോർഫ് പ്ലാന്റിൽ നിന്നും പോളൻ ഗ്രെയിൻ എടുത്തു, ടോൾ പ്ലാന്റിൻ്റെ ഫ്ലവർ തുറന്നു, അതിൽ സ്റ്റിഗ്മയിലേക്ക് ഡസ്റ്റ് ചെയ്തു, എന്നിട്ട് വെയിറ്റ് ചെയ്തു. ആ ഫ്ലവർ കൊഴിഞ്ഞ് അതിൽ ഫ്രൂട്ട് ഉണ്ടായി, പോഡ് ഉണ്ടായി, അതിൽ നിന്ന് സീഡ് എടുത്തു, ആ സീഡിനെ കുഴിച്ചിട്ടു, നോക്കി, എന്താ കണ്ടത്? ഇത്ര മാത്രം ആലോചിക്കുക, അല്ലാതെ അതിൻ്റെ വേറെ ഒന്നും ആലോചിക്കരുത്. ഇതാണ് ആ ഫ്ലവർ കേട്ടോ, ഫ്ലവറിൻ്റെ ഇതൊന്നും ചോദിക്കില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് പെറ്റല്, ഇതാണ് സ്റ്റിഗ്മ. നിങ്ങൾ മറ്റേ ഫ്ലവേഴ്സിൻ്റെ മോർഫോളജി ഒക്കെ പഠിച്ചല്ലേ, ആന്തർ, സ്റ്റീമന്, കാർപ്പൽ എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഓക്കെ, ഇതാണ് പുള്ളിക്കാരൻ ചെയ്ത സാധനം കാണിച്ചാൽ. ഇതാ ടോൾ പ്ലാന്റ്, ഡോർഫ് പ്ലാന്റ്, ഒരു ടോളും എടുത്തു, ഒരു ഡോർഫും എടുത്തു. എഗെയിൻ ഞാൻ ഇപ്പോഴും പറയാണ്, പുള്ളിക്ക് ഈ ടോള് ഡോർഫ് എന്നല്ലാതെ തുടക്കം ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ, ജീനിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ടി എന്നൊക്കെ എഴുതിയില്ലേ കുറച്ച് കഴിയുമ്പം, പക്ഷേ പുള്ളിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, സോ ടോള്, ഡോർഫ് ഇതിനെ ക്രോസ് ചെയ്തു. അപ്പോൾ ആദ്യം ഉണ്ടായ F1 ജനറേഷൻ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എന്നാണ് പറയുക, ഫിലിയൽ ജനറേഷൻ. ഓക്കെ, ആദ്യം ഉണ്ടായ കുട്ടികൾ മുഴുവൻ ടോളാ, എല്ലാം ടോള് വലുതായിരുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്തു അറിയോ, മെൻ്റലിന് നമ്മളാണെങ്കിൽ ഓക്കെ വലുതും ചെറുതും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്ലാന്റേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പണി നോക്കി പോവും. പക്ഷേ മെൻ്റൽ എന്ത് ചെയ്തു, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഈ വലിയ പ്ലാന്റും ഇല്ലേ, കുട്ടികളായിട്ട് കിട്ടിയ വലിയ പ്ലാന്റും അവർ തമ്മിൽ സെൽഫ് ചെയ്തു. അതായത് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിന് ഈ പ്ലാന്റിൽ തന്നെ വീഴിച്ച് ഒരു കുട്ടികളുണ്ടാക്കി. സെൽഫിങ് ആണ്, സെൽഫ് പോളിനേഷൻ ആണ്. അന്നിപ്പോൾ കിട്ടിയ F2 ജനറേഷനിൽ സർപ്രൈസിംഗ്ലി ഹി ഗോട്ട് 3, ഇത് റേഷ്യോ ആണ്, 3 ടോൾ പ്ലാന്റ് ആൻഡ് 1 ഡോർഫ് പ്ലാന്റ്. 3 വലിയ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റും. എഗെയിൻ ഞാൻ പറയാണ്, ഒരു പോഡിൽ 4 സീഡ് ഉണ്ടായിരുന്നു എന്നല്ല, 40-50 സീഡൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ 3/4 ടോള്,
കാ ഭാഗം ഡോർഫ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോ, 4 സീഡ്, അതിൽ 3 ടോൾ, ഒരു ഡാർഫ്, അങ്ങനെ ആലോചിച്ചോ. ഓക്കെ, 4 സീഡ് കിട്ടി നമുക്ക് സെൽഫ് ചെയ്തപ്പം. അതിൽ 3 സീഡ് കുഴിച്ചിട്ടപ്പം വലുതായി, വലിയ പ്ലാന്റ് ആയി, 1 സീഡ് ഡോർഫായി. അതെങ്ങനെ ഒന്ന് ആലോചിച്ചോക്കേ. വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ക്രോസ് ചെയ്തപ്പോൾ ഒക്കെ വലുത്, വലിയ പ്ലാന്റും തന്നെ ക്രോസ് ചെയ്തപ്പോൾ 3 വലുത്, 1 ചെറുത്. ഈ ചെറുത് ഇപ്പോൾ എവിടുന്ന് വന്നതാ? ഇയാളിപ്പോൾ എവിടുന്ന് വന്നാ? ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ എന്തോന്ന് ഒളിഞ്ഞു നിന്നു. ഈ ക്യാരക്ടറിൽ ഈ പാവ ഈ അച്ഛൻ്റെ ക്യാരക്ടർ ഒളിഞ്ഞു നിന്നിട്ട് പിന്നെ 2ാമത്തെ ജനറേഷൻ ആയപ്പോഴാണ് വന്നത്. അപ്പം മെൻ്റലിനെ ആലോചിച്ചു, ഇതെന്തോ ഉണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ഇങ്ങനെ ഓരോന്ന് ക്രോസ് ചെയ്ത് അതിൻ്റെ ജീനോടൈപ്പും കൂടി എഴുതാൻ നോക്കിയത്, ജീനിൻ്റെ ലെവലിൽ എന്തായിരിക്കും എന്ന്. ആൻഡ് ഞാൻ ഇപ്പോൾ പറയുന്നു, അദ്ദേഹം ജീന് നല്ല കേട്ടോ പറഞ്ഞത്, അദ്ദേഹം എന്താ പറഞ്ഞത്, ഫാക്ടർ എന്നാണ് പറഞ്ഞത്. ഇനി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് പീ പ്ലാന്റ് പൈസം സട്ടേവും ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. സ്റ്റിഗ്മയും ആന്തറും ഒരൊറ്റ സ്ഥലത്തുണ്ട്, ഒരു ഫ്ലവറിലുണ്ട്. ഇതാ ഇവിടെ നോക്കിയേ, സ്റ്റിഗ്മയും ഒരു ഫ്ലവറിലുണ്ട്, ആന്തേഴ്സും ഉണ്ട് ഒരു ഫ്ലവറിൽ. അപ്പം ഈ ഫ്ലവർ ക്ലോസ്ഡ് ഫ്ലവർ ആയതുകൊണ്ട് ഈ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻ ഈ സ്റ്റിഗ്മയിൽ വന്ന് വീഴാനും സെൽഫ് പോളിനേഷൻ നടക്കാനുമുള്ള ചാൻസ് കൂടുതലല്ലേ? ആണ്. അപ്പൊ പിന്നെ മെന്റൽ വിചാരിച്ച പോലെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും കൂടി ക്രോസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം അദ്ദേഹം ഇതിനെ ഒരു യൂണിസെക്ഷൽ ഫ്ലവർ ആക്കണം. എങ്ങനെ യൂണിസെക്ഷൽ ആക്കുക? ഇതിൽ നിന്നും ഈ ആന്തറൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ദാ ഇതിൽ നിന്നും ഈ ആന്തറൊക്കെ കത്രിക വെച്ച് കട്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പോയി. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റിഗ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ വേറെ കാണിച്ചു തരാം. ദാ സ്റ്റിഗ്മ മാത്രമുള്ളൊരു ഫ്ലവർ സ്റ്റിഗ്മ മാത്രം. ഇപ്പുറത്ത് പോയിട്ട് നമ്മുടെ ചെറിയ പ്ലാന്റ് ഇല്ലടാ, ഡോർഫ് പ്ലാന്റ്, അതിൻ്റെ ആന്തേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ചിലപ്പോൾ സ്റ്റിഗ്മ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോളൻ ഗ്രെയിൻ പോരെ, സ്റ്റിഗ്മ ഉണ്ടായിക്കോട്ടെ. ഇത് മെയിൽ ഫ്ലവർ, ഇത് ഫീമെയിൽ ഫ്ലവർ. ഓക്കെ, മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇത് ബൈസെക്ഷൽ ആണ്, ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. ഓക്കെ, ഇതിപ്പം ഫീമെയിൽ മാത്രമേ ഉള്ളൂ, കാരണം എന്താ, ആന്തേഴ്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എളുപ്പമാണ്, ഇനി എന്താക്കാം, ഇയാൾ എന്തായാലും സെൽഫ് പോളിനേഷൻ പോസിബിൾ അല്ല, ഇയാൾക്ക് ആന്തേഴ്സ് ഇല്ല, സ്റ്റിഗ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഉള്ള ഒരു പോസിബിലിറ്റി എന്താ, ആർട്ടിഫിഷ്യലായിട്ട് പോളിനേറ്റ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് ഇത്തിരി പോളൻ ഗ്രെയിൻ എടുക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്യുന്നു, പോകുന്നു, അത് കെട്ടി വെക്കൂട്ടോ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഈ സ്റ്റിഗ്മയിൽ നിന്നും ഫെർട്ടിലൈസേഷനൊക്കെ നടന്ന് പയറൊക്കെ ഉണ്ടായി, അതിൽ നിന്നും സീഡ് എടുത്തു, ആ സീഡിനെ കുഴിച്ചിട്ട് വെക്കും. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ കേട്ടോ. ഇതാ സീഡ് ഉണ്ടായി, ഇതാ ഇതിൽ നിന്നും പോടുണ്ടായി, അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ് എടുത്തു, അതൊക്കെ കുഴിച്ചിട്ടു. ഇതാണ് F1 ജനറേഷൻ. എല്ലാവരും ടോളാ, F1 ജനറേഷൻ ഫുള്ള് ടോളാ. ഓക്കെ, ഫുള്ള് ടോളായിരുന്നു. പക്ഷെ മെന്റൽ അവിടെ നിർത്തിയോ? അവിടെ നിർത്തിയില്ല. 2ാമത് അവരെ സെൽഫ് ചെയ്തു. അപ്പോഴാണ് 3/4 ഭാഗം ടോളും 3 ടോളും 1 ഡാർഫും കിട്ടിയത്. ഓക്കെ, മെന്റലിനോടാ കളി. ഇനി നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ, മെന്റൽ എന്ത് ചെയ്തു എന്നറിയോ? ഈ ടോള് ഡോർഫ് ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്ന കഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് അദ്ദേഹം കണ്ടുപിടിച്ച് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് തന്നിട്ട് പോലും നമുക്കിതൊന്നും തിരിയുന്നില്ല. അപ്പോൾ പിന്നെ ഒന്നും അറിയാത്ത ഒരാൾ ഈ ടോള് ഡോർഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പേപ്പറിൽ എഴുതി വെക്കും? ടോള് ഡോർഫ് എന്ന് എഴുതാൻ പറ്റൂതാ, ടോൾ പ്ലാന്റ് ടോള് ഇൻറ്റു ഡോർഫ്. അപ്പം കിട്ടിയത് മുഴുവൻ ടോള്. പിന്നെ ടോളിനെ സെൽഫ് ചെയ്തു, ടോൾ ഇൻറ്റു ടോള്. സെൽഫിങ് ആണ് ഇത്, സെൽഫിങ് ആണ്. ഈ പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിൽ ഈ പ്ലാന്റിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻ ആണ്. അപ്പം കിട്ടിയത് 4 ആള്, 3 ടോള് 1 ഡാർഫ്. ഇനി ഇങ്ങനെ എഴുതുമ്പം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ടോള് മാത്രം വന്നത്, ഇവിടെ എന്തുകൊണ്ട് 3 ടോള് വന്നു 1 ഡാർഫ് വന്നു? അത് ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ? അപ്പോൾ മെന്റൽ എന്ത് ചെയ്തു? ലെറ്റർ അബ്രിവിയേഷൻസ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, ലെറ്റേഴ്സ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അതായത് ട്രൂ ബ്രീഡിങ് ആക്കി എന്നുള്ളതിൻ്റെ മീനിങ് ഇവിടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. മെന്റൽ ഹൈബ്രിഡൈസ് ചെയ്തത് ട്രൂ ബ്രീഡിങ് പ്ലാന്റ്സ് വെച്ചിട്ടാണ്. ട്രൂ ബ്രീഡിങ്, അതായത് വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണെങ്കിൽ അതിനെ സെൽഫ് ചെയ്ത് ഇനി ഉണ്ടാക്കുന്ന ജനറേഷൻ മുഴുവൻ വയലറ്റ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവർ ട്രൂ ബ്രീഡിങ് ആണ്, അവർക്ക് ഇനി വയലറ്റ് ഫ്ലവറേ ഉണ്ടാവൂ. അതായത് അവരുടെ അലീലുകൾക്ക് വ്യത്യാസമില്ല, അലീലുകൾ ഹോമോസൈഗസ് ആയി. ഓക്കെ, ടോളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ആൽഫബറ്റ് വെച്ചിട്ടാണ്. ആൻഡ് ടോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രെയ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ട്രെയ്റ്റിന് അലീലുണ്ടാവും.
അലീൽസ് പെയറായിട്ടാണ് എഴുതുക എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട്? ടോൾ എന്ന് പറയുന്ന പ്ലാന്റ്, അതായത് ടോൾ ഹൈറ്റ് കൂടിയ പ്ലാന്റ്, ആ പ്ലാന്റിന്റെ ഒരു സെല്ല് എടുത്തിട്ട് ഞാൻ അതിന്റെ ക്രോമോസോം നോക്കുകയാണെങ്കിൽ അവരുടെ ഹോമോലോഗസ് ക്രോമോസോം ഇതാണ്. അവരുടെ ഹോമോലോഗസ് ക്രോമോസോം ഇതാണെങ്കിൽ അതിന്റെ മുകളിൽ ജീൻ ഉണ്ടാവില്ലേ? ടോളാവാനുള്ള ജീൻ ഉണ്ടാവില്ലേ? ജീൻ ഉണ്ടാവും. ആ ജീന് അലീലായിട്ടാണ് നിൽക്കുക. രണ്ടുപേരുണ്ടാവും. കണ്ടോ, പേരായിട്ടാണ് നിൽക്കുന്നത്. ഇത് ടി എന്ന് നമ്മളാക്കി. ടി ആണ്. ഇത് സ്മോൾ ടി ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൂ ബ്രീഡിങ് കിട്ടില്ല. എവിടെയെങ്കിലും ഒന്ന് ഡാർഫ് കയറി വരും. അത് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ പിന്നെയും മനസ്സിലാവും കേട്ടോ. ഇത് ടി. അപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, ടി ആക്കി. ഇതാ ടി ആക്കി. ഡോർഫ് സ്മോൾ ലെറ്റർ എടുത്തു. ഓക്കെ, പേരാണേ, രണ്ടലീലുണ്ട്. ഓക്കെ, ഇനി ഇവര് ക്രോസ് ചെയ്തപ്പം ഇതിൽ നിന്ന് ഗ്യാമീറ്റ് ഉണ്ടായി. രണ്ട് ഗ്യാമീറ്റ് ഉണ്ടാവും. ഇവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു സെല്ലിൽ നിന്നും രണ്ടുപേരുണ്ട്. ഈ സെല്ല് മുറിഞ്ഞു പോകുമ്പോൾ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവും. ഒരു ഗ്യാമീറ്റിൽ ഈ ടീയും മറ്റേ ഗ്യാമീറ്റിൽ ഈ ടീ തന്നെ അല്ലേ മക്കളെ? അല്ലേ മറ്റേ ഗ്യാമീറ്റിൽ ഈ ടീ, ഗ്യാമീറ്റിൽ ഈ ടീ. അപ്പൊ ടീ മാത്രമേ ഉള്ളൂ ഗ്യാമീറ്റിന് പോസിബിൾ. ഇവിടെയാണെങ്കിലോ ടി ഈ രണ്ട് ഗ്യാമീറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ഗ്യാമീറ്റിൽ ഒരു ടീയെ പോവുള്ളൂ. എന്തുകൊണ്ടാ? ഗ്യാമീറ്റ് ആവുമ്പോൾ ക്രോമോസോം പകുതി ആവൂലേ? ഹോമോലോഗസ് ക്രോമോസോം സെപ്പറേറ്റ് ആവൂലേ? ഹോമോലോഗസ് ക്രോമോസോം സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ആ ക്രോമോസോമിന്റെ മുകളിലുള്ള അലീലോ ജീനോ വട്ടവർ അതും സെപ്പറേറ്റ് ആയില്ലേ? ഇല്ലേ? ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കണം കേട്ടോ. ഈ ക്രോമോസോം സെപ്പറേറ്റ് ആവുക, ജീൻ സെപ്പറേറ്റ് ആവുക എന്നുള്ള സംഭവം. ഓക്കെ, ക്രോമോസോം സെപ്പറേറ്റ് ആവണ്ടേ? സെല്ല് മുറിയണ്ടേടാ. 46 എന്നുള്ളത് 23 ആവണ്ടേ? 2 എന്നുള്ളത് 1 ആവണ്ടേ? 4 എന്നുള്ളത് 2 ആവണ്ടേ? ഓക്കെ, സോ ഈ ഹോമോലോഗസ് ക്രോമോസോം സെപ്പറേറ്റ് ആവുമ്പോൾ ഒരാൾ ഇങ്ങോട്ട്. ഇതാണ് ഗ്യാമീറ്റ് ഫോർമേഷൻ. നമ്മളെ ക്രോമോസോം പകുതിയായി. അപ്പോൾ ഈ ക്രോമോസോമിന്റെ മുകളിൽ ആരുണ്ട്? നമ്മളെ ജീനുണ്ട്, അലീലുണ്ട്. ജീനിന്റെ 2 ഫോം. ഈ അലീലാണ് ഇവിടേക്ക് വന്നത്, ഈ അലീലാണ് ഇവിടേക്ക് വന്നത്. ഇതേ ഇവിടെ പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, 2 ഗ്യാമീറ്റിന് ഇവിടെ പോസിബിലിറ്റി ഉള്ളൂതാ, ടിയും. ഇനി ഇവിടെ ടോൾ പ്ലാന്റ് വന്നു. ഈ ടോൾ പ്ലാന്റ് എങ്ങനെയാ വരുന്നത്? ഏതൊക്കെ ഗ്യാമീറ്റ് തമ്മിൽ ഈ ഗ്യാമീറ്റും വേറെ കളർ എടുക്കാം. ഈ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്താലും ടി വരും. ഈ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്താലും ടി വരും. ഇതേതാ? ടി ഏതാ? ഡൊമിനന്റ് അല്ലേടാ? ടോളല്ലേ? CFL LED കത്തിച്ചാൽ ആരെയെ കാണുക? CFL അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ CFL കത്തിരിക്കുന്ന, അപ്പൊ LED മൈൻഡ് ആക്കണോ? ഇല്ല, ഡൊമിനന്റ് ആണ്. ഡൊമിനന്റ് കണ്ടീഷൻ ആണ്. ടോളാണ് വരിക. ടോൾ ഉണ്ടാവുന്ന കുട്ടികൾ മുഴുവൻ ടോള്. ഓക്കെ, ഡോർഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഡോർഫ് എന്ന് പറയുന്നത് റിസസീവ് ആണ്. LED മാത്രം കത്തിയാലേ LED ലൈറ്റ് കാണുള്ളൂ. CFL കത്തിച്ച് വെച്ചാൽ LED ലൈറ്റ് കാണില്ല. സോ LED മാത്രം കത്തി നിൽക്കുന്നതല്ലേ ഇത്. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഒരു ഡോർഫ് പ്ലാന്റിനെ കണ്ടു കഴിഞ്ഞാൽ മെന്റലിന് മനസ്സിലായി അതിന് സ്മോൾ ടി ആയിരിക്കും. ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ എന്തായാലും അത് ടോളാവും. ഓക്കെ, സ്മോൾ ടി ആണെങ്കിൽ അത് ഡോർഫ് ആയിരിക്കും. ഓക്കെ, ഇനി ടോള് ഇവരെ സെൽഫ് ചെയ്തു. ഇത് നമുക്ക് നല്ല വൃത്തിക്ക് ഒന്നുകൂടി എഴുതാട്ടോ. ഓക്കെ, ടി ഇൻറ്റു ടി. ഇവിടെ നമ്മൾ സൈഡിൽ ഈ ക്രോസ് എഴുതുമ്പം നിങ്ങൾ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ പോലെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും തെറ്റിപ്പോവില്ല. ക്യാരക്ടർ എന്താ? പ്ലാന്റിൻ്റെ ഹൈറ്റ്. ഓക്കെ, ക്യാരക്ടർ പ്ലാന്റിൻ്റെ ഹൈറ്റ്. ട്രെയ്റ്റ് ടോളും ഡോർഫും. അതിൽ ഡൊമിനന്റ് ഏതാ? ഇത്. റിസസീവ് ഏതാ? ഇത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിന് വിചാരിക്കും ഓക്കെ കുട്ടിക്ക് നല്ലോണം അറിഞ്ഞുകൊണ്ടാണ് എഴുതിയത്, അല്ലാതെ ആരുടെ കോപ്പി അടിച്ചൊന്നല്ല, അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയെങ്കിലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റർ അബ്രിവിയേഷൻ ഫോർ ടോള് ടി, ഡോർഫ് ടി, ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി എന്തിനാ ടി തന്നെ കൊടുത്തതെന്നൊന്നും ചോദിക്കരുത്. നമ്മളത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടോള് ടി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഗ്യാമീറ്റ് ഇതേതാ? പാരൻസ് ആണ് ഇവര്. പാരൻസ്, ഗ്യാമീറ്റ്,
ഇവരുടെ ഗ്യാമീറ്റ് ആരാ? ഈ ഗ്യാമീറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഗ്യാമീറ്റ് ഉണ്ടാവാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ, അതുകൊണ്ട് നമുക്ക് ഒന്ന് എഴുതിയാൽ പോരെ, ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, രണ്ടും ഒന്ന് തന്നെ അല്ലേ. ഇവർക്കോ ഈ ഒരു ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഫസ്റ്റ് ക്രോസ് F1 ജനറേഷൻ, F1 ജനറേഷൻ ആണ് ഇത്. F1 ജനറേഷൻ ടി 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 എന്നൊക്കെ പറഞ്ഞാണ്ട് സൗണ്ട് മാത്രം, നിങ്ങൾ വീഡിയോ കാണാതെ സൗണ്ട് മാത്രം കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല അല്ലേ. ടി 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 ടി. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി. അപ്പോൾ ഈ ടി വന്നു കഴിഞ്ഞാൽ എന്താ? CFL ഡൊമിനന്റ് ഏതാ? ടോള്. ഓക്കെ, ഉണ്ടായ F1 പ്രോജനി മുഴുവൻ ടോള്. എന്തുകൊണ്ടാ? ടോളേ അവിടെ നടക്കൂ. ഇയാൾ മുഴുവൻ ടോളാണ്, ഇവരുടെ ഗ്യാമിറ്റ് മുഴുവൻ ടോളാണ്. ഇവരുടെ കൂടെ ഇയാൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇയാൾ ഇത് കാണൂല. കാരണം എന്താ? LED CFLന്റെ കൂടെ പോയാൽ കാണില്ലല്ലോ. സോ ഇത് ഫുള്ള് ടോളാണ്. അപ്പം മെന്റലിന് ക്യൂരിയോസിറ്റി തോന്നിയിട്ട് എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. സെൽഫിങ് ചെയ്തു. TT ഇൻറ്റു TT. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർക്ക് ഏതൊക്കെ ഗ്യാമിറ്റ് ഉണ്ടാവാടാ? ഈ TTക്ക് എന്തൊക്കെ ഗ്യാമിറ്റ് ഉണ്ടാവാം? ഈ ഗ്യാമീറ്റും ഉണ്ടാവാം, ഈ ഗ്യാമീറ്റും ഉണ്ടാവാം. ഇവർക്കും അതുപോലെ ഈ ഗ്യാമീറ്റും ഉണ്ടാവാം, ഈ ഗ്യാമീറ്റും ഉണ്ടാവാം. ഇതെങ്ങനെയാന്നുള്ളത് മനസ്സിലായില്ലേ? ക്രോമോസോമി ഇത് ദാ ഇവിടെ ടി, ഇവിടെ ടി. സെല്ല് ഡിവൈഡ് ചെയ്തു, ഗ്യാമീറ്റ് ആയി. അപ്പോൾ ഈ സെല്ലിൽ ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, ഈ സെല്ലിൽ സ്മോൾ ലെറ്റർ ടി ഉണ്ട്. ഇങ്ങനെയല്ലേ ഗ്യാമീറ്റിൽ സഗ്രഗേഷൻ നടന്നത്? ക്രോമോസോം സഗ്രഗേറ്റ് ചെയ്തു, ജീനും പോയി. ഓക്കെ, നോക്കണേ. ഇനി എന്താണ്? ഇനി നമുക്ക് അതിൻ്റെ ക്രോസ് ആൻസർ എഴുതണം. നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ സ്ക്വയർ ആയിട്ടാണ് വരയ്ക്കുക, പുന്നറ്റ് സ്ക്വയർ വെച്ചിട്ടാണ് വരയ്ക്കുക. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇതും തമ്മിലുള്ളത് TT, ഇതും തമ്മിലുള്ളത് TT, ഇതും തമ്മിലുള്ളതും TT. ആദ്യം നമ്മൾ ഡൊമിനൻ്റ് എഴുതാൻ നോക്കുക, എന്നാൽ എളുപ്പമായിരിക്കും കണ്ടുപിടിക്കാൻ. TT. CFL എന്തായാലും ടോളാണ്. ഇതാ ഒരു CFL ഒരു LED. ടോളല്ലേ? ഡൊമിനൻ്റ് അല്ലേ? ഡൊമിനൻ്റും റിസസീവും. റിസസീവും LED മാത്രം. അപ്പോൾ പിന്നെ LEDൻ്റെ ലൈറ്റ് കാണൂലടാ. അപ്പോൾ ഡോർഫ്. ഇതാ 3 ടോളും ഒരു ഡാർഫും. ഇപ്പം നേരത്തെ ചെയ്ത മെന്റലിൻ്റെ ആ ഒരു ചിത്രത്തിൻ്റെ ഐഡിയ കിട്ടിയില്ലേതാ? ഇത് ടോള് ഡോർഫ്. നമ്മൾ ഈ ടോള് ഡോർഫ് എന്ന് മാത്രമേ എഴുതി വെച്ചുള്ളൂ, പക്ഷേ TT എന്നൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ടോള് ഡോർഫ് ഏതാന്നൊക്കെ മനസ്സിലായല്ലോ. ഇതേതാ? ക്യാപിറ്റൽ ലെറ്റർ ടി. ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് കാണാത്തത്. സ്മോൾ ലെറ്റർ ടി. ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഡോർഫ് ഏതാന്നുള്ളത് നമുക്ക് എന്തായാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? പ്യൂർ ബ്രീഡിംഗ് ആണ് അല്ലെങ്കിൽ ട്രൂ ബ്രീഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോൾ എന്ന് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ടോള് ഡോർഫ്. ഇതൊക്കെ ഇതിന്റെ ഗ്യാമീറ്റ്സ് ആണ്. ടി 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 ടി. ഇത് ബോക്സ് ആക്കിയിട്ട് പുന്നറ്റ് സ്ക്വയർ വെച്ച് വരച്ചതാണ്. ഈ പുന്നറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ മെന്റൽ ഇതൊന്നും ഇല്ലാതെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും പുന്നറ്റ് വന്നിട്ട് ഇന്ന മെന്റൽ ഇതാ ഒരു സ്ക്വയർ ഇതിൽ വെച്ച് വരച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണോ? ആയിരിക്കില്ലല്ലോ. എന്തായാലും മെന്റൽ വർക്കൊക്കെ കണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും ഈ പുന്നറ്റ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. അപ്പം വന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോക്സ് ആക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബോക്സ് ഒന്നും ഇല്ലാതെ മെന്റൽ ഇതൊക്കെ കൂടി കുത്തിക്കുറിച്ച് എഴുതിണ്ടാക്കിയ ഒരു പരിപാടിയില്ലേ. മാത്സ് ആണ്, ഫുള്ള് മാത്സ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സും ക്രോസും മറ്റേതും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു തല നമ്മൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, TT. ആൻഡ് ടോള് സെൽഫിങ് ചെയ്തു. അപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ടാവാം, സ്മോൾ ലെറ്റർ ടി ഉണ്ടാവാം, ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ടാവാം, സ്മോൾ ലെറ്റർ ടി ഉണ്ടാവും. ടിയും ഏതാ? ടോള്. ഈ ടിയും ഏതാ? ടോള്. ഈ ടിയും വന്നാൽ ഡോർഫ്. ഈ ടിയും വന്നാൽ ടോള്. ഇവിടെ നോക്കിക്കേ, ഫീനോടൈപ്പിക് റേഷ്യോ, ജീനോടൈപ്പിക് റേഷ്യോ. എന്താ ഫീനോടൈപ്പ്? പുറത്ത് കാണുന്നത്. ഈ പ്ലാന്റ്, വലിയ പ്ലാന്റിന് കണ്ടാൽ നമുക്കറിയാം ടോളാണെന്ന്. ജീനോടൈപ്പ് കണ്ടാൽ മനസ്സിലാവോ? ഇല്ല, ഉള്ളിലുള്ളതാ. അപ്പം നമ്മൾ എന്താ എഴുതുന്നത്? TT. അതൊക്കെയല്ലേ ജീനോടൈപ്പ്. ഇതാ TT ഒന്നും കൂടി ഉണ്ടല്ലോ അല്ലേ? TT. ഇതാ ടോള് ഡോർഫ്. ഇത് മൂന്നും നമുക്ക് കണ്ടാൽ ടോളാണെന്ന് അറിയാം. സോ ഫീനോടൈപ്പ് 3. സോ ഇത് മൂന്നും
കണ്ടാൽ നമുക്കറിയാം ടോള് ഫീനോടൈപ്പ് ടോൾ ആണെന്ന് അറിയാം, കണ്ടാൽ അറിയാം. സോ ഇത് ഫീനോടൈപ്പ് 3. ഇതോ ഡോർഫ് ആണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? ചെറിയ പ്ലാന്റ്, കുട്ടി പ്ലാന്റ്, ചെറുതാണല്ലോ. അപ്പോൾ 1 3:1 ഫീനോടൈപ്പ്, 3 ടോള് 1 ഡോർഫ്. ഫീനോടൈപ്പിക് റേഷ്യോ പറയുകയാണെങ്കിൽ 3:1 3:1 3:1. ഇതാ ഇനി ജീനോടൈപ്പിക് റേഷ്യോ. എന്താ ജീനോടൈപ്പ്? നമുക്ക് കണ്ണോട് കാണാൻ പറ്റാത്തത്, ആ ചെടിയുടെ ഉള്ളിലുള്ള ജീനിലുള്ളത്. ജീനിനെ നമ്മൾ എന്തായിട്ട് എഴുതി വെച്ചത് മക്കളെ? എന്തായിട്ട് എഴുതി വെച്ചത്? പോകുന്നില്ല. ഓക്കെ, ജീൻ എന്തായിട്ട് എഴുതി വെച്ചത്? ടി 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 അതല്ലേ? അപ്പോൾ ഇതാ ക്യാപിറ്റൽ ലെറ്റർ ടി വരുന്ന ജീനോടൈപ്പ് ഉള്ളത് 1 മാത്രമേ ഉള്ളൂ. ഇതൊന്ന്, ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി 2 എണ്ണം വരുന്നില്ലേ? ഇത് 2, സ്മോൾ ലെറ്റർ ടി 1. 1:2:1 ഇതാണ് ജീനോടൈപ്പിക് റേഷ്യോ. 3:1 1:2:1 ജീനോടൈപ്പിക് റേഷ്യോ. ഫീനോടൈപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ അറിയുന്നത്. ജീനോടൈപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതൂലേ, ടി ടി എന്നൊക്കെ പറഞ്ഞ് ജീനായിട്ട് റെപ്രസെന്റ് ചെയ്ത് എഴുതുന്നില്ലേ? സോ അതാണ് ജീനോടൈപ്പിക് റേഷ്യോ. സോ ഇതാണ് റേഷ്യോ. ആ റേഷ്യോ നിങ്ങൾ പഠിക്കണം. സോ ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു അബ്രിവിയേറ്റഡ് ഫോമിലേക്ക് ആക്കുന്നുണ്ട്. അതായത് ആദ്യത്തേത് ഇതാ നോക്കിക്കേ, ഇവിടെ 4 എണ്ണത്തിൽ 1 എങ്ങനെ എഴുതുക? ഇവിടെ ഈ 4 എണ്ണത്തിൽ 1, 4-ൽ 1 ഈ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിൽ 2, അല്ലെങ്കിൽ നമുക്കിതിനെ വെട്ടിയിട്ട് 1/2 എന്ന് എഴുതി കൂടെ? രണ്ടും സെയിം ആണ്. ഇതാണെങ്കിലോ 4-ൽ 1. സോ 4 പ്രോജനി ഉണ്ടായാൽ 1 ക്യാപിറ്റൽ ലെറ്റർ ടി ഹോമോസൈഗസ് ആണ്. ഇത് ഹെറ്ററോസൈഗസ് ആണ്. ഹെറ്ററോസൈഗസ് ഹോമോസൈഗസ് ഒക്കെ ഓർമ്മല്ലേ? അലീൽസ്. ഇതും ഹോമോസൈഗസ് ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? The 1/4:1/2 ratio of T is mathematically condensable to the form of binomial expression. നമുക്കിതാ ഇങ്ങനെ ആക്കാം. ax plus by ഹോൾ സ്ക്വയർ, ഹോൾ സ്ക്വയർ ആണ്. ax plus by ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയോ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആൻസർ കിട്ടും. അതെന്തിനാ അങ്ങനെ എഴുതുന്നത്? ഈ ഒരു സംഭവം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ക്യാപിറ്റൽ ടീൻ്റെയും സ്മോൾ ടീൻ്റെയും എമൗണ്ട് എത്രയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഇങ്ങനെയാവുമ്പോൾ ഇത് ഹാഫും ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് ക്യാപിറ്റൽ ലെറ്റർ ടി പകുതി സ്മോൾ ലെറ്റർ ടി പകുതി, രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ പകുതിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ആൻസർ കിട്ടുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. ഞാൻ പറഞ്ഞു കണ്ണുകൊണ്ട് കാണാതെ അദ്ദേഹം മാത്തമാറ്റിക്സിലൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആൻസേഴ്സ് ആണ് ഇതൊക്കെ. അദ്ദേഹത്തിന് കിട്ടിയത് വെറും 3 ഹൈറ്റ് ഉള്ളതും 1 ഹൈറ്റ് കുറഞ്ഞതുമായിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം ക്രോസ് ചെയ്യുമ്പം തന്നെ പ്യുവർ ബ്രീഡിങ് ആക്കിയല്ലോ. എന്നിട്ട് ടി എന്നൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു. 1:2:1 എന്നുള്ള ജീനോടൈപ്പിക് റേഷ്യോയും 3:1 എന്ന് പറയുന്ന ഫീനോടൈപ്പിക് റേഷ്യോയും കിട്ടി. അതിൽ ഈ 1:2:1 അത് റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ ടി എത്ര എണ്ണം സ്മോൾ ലെറ്റർ ടി എത്ര എണ്ണം എന്ന് എഴുതുമല്ലോ. അതായത് ഇതിലേക്ക് പോകുമ്പം ജീനുകൾ എത്രയാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും കൺഫ്യൂഷൻ ആവണ്ട. ഇതെങ്ങനെ കിട്ടുന്നു? ഇതിൽ ടീയുടെ എണ്ണത്തിൻ്റെ ഒരു റേഷ്യോ, 2 ടീയും ഒരുപോലെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ജീൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം അതിനെ വിളിച്ചത് എന്താ? ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ചാപ്റ്ററിൽ ഫാക്ടർ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ജീൻ. അവർ ജീനിന് തന്നെയാണ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ എഴുതുക? 1/2 t + 1/2 t ഹോൾ സ്ക്വയർ, 1/2 t പ്ലസ്, ഞാൻ ഇപ്പോൾ മാത്സിൻ്റെ ക്ലാസ് ആണ് ഇനി ഒരു 2 മിനിറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണേ. 1/2 ക്യാപിറ്റൽ ലെറ്റർ ടി പ്ലസ് 1/2 സ്മോൾ ലെറ്റർ ടി ഹോൾ സ്ക്വയർ. അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? അതുപോലെ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ മാത്സിൽ വീക്കായിട്ടുള്ള കുട്ടികൾ ഇത് ഒട്ടും പേടിക്കരുത്. കാരണം ഇത് അത്രയ്ക്ക് വലിയ മാത്സ് ഒന്നുമല്ല, ഇൻ്റഗ്രേഷനോ ഡെറിവേഷനോ ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മാത്സ് ആണ്. 1/2 t + 1/2 t × 1/2 t + 1/2 t ഇതന്നെ സംഭവം. ഇതിനി എങ്ങനെ ചെയ്യാം? നമ്മൾ ഇങ്ങനെയുള്ളത് ആദ്യം ഇതും തമ്മിൽ ഗുണിക്കും, പിന്നെ ഇതും തമ്മിൽ ഗുണിക്കും, കൂട്ടും. അങ്ങനെയല്ലേ? 1/2 t × 1/2 t, 1/2 × 1/2 എത്രയാ? അതും മാത്സ് തന്നെയാണ്. 1/2 × 1/2 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക 1/4
അല്ലേ? സോ 1/4 ടി 1/4 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ് എത്രയാണ്? 1/4 അല്ല, അതായത് 1/2 ടി ഇൻറ്റു 1/2 ടി അല്ലേ? 1/4 ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി പ്ലസ് ഇതും തമ്മിൽ ഇതും പിന്നെ ഇതും ആദ്യം ഇതും തമ്മിൽ ഹാഫ് ഇൻറ്റു ഹാഫ് 1/4 സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ് 1/4 സ്മോൾ ലെറ്റർ ടി. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഗുണിച്ചു. ഇനി നമ്മൾ ടെക്സ്റ്റിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തു. 1/4 ക്യാപിറ്റൽ ടി പ്ലസ് ഇതും കൂട്ടാം. സെയിം അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ 1/4 കൂട്ടിയാൽ 1/2 ആണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ള അറിയില്ലേ? 1/4 പ്ലസ് 1/4 4 ഇൻറ്റു 1 എത്രയാ? 4 + 4 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4 8 സിക്കൽ ടു 4 16 സിക്കൽ ടു 4 4 8 ഡിവൈഡ് ബൈ 16 വെട്ടി 1/2 8 അല്ലേ 16? എങ്ങനെയുണ്ട്? ഭയങ്കര എളുപ്പമുള്ള ഒരു മാത്സ് ആണ്. സോ 1/2 ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി പ്ലസ് 1/4 സ്മോൾ ലെറ്റർ ടി. ഇതാണ് ആ ഡെറിവേഷൻ. ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ആഹാ എന്താ ഭംഗി. ഓക്കെ, ഇവിടെ നോക്കിയേ. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ നമുക്ക് കിട്ടി. അദ്ദേഹം ഇതിനെ ചുരുക്കിയതാണ്. ഓക്കെ, അപ്പോൾ 1/2 ടി പ്ലസ് രണ്ടും ഹാഫ് ആണ് എടുത്തത്. അപ്പൊ നമുക്കറിയാം അതിന്റെ എമൗണ്ട് ഹാഫ് ആണ്. ഓക്കെ, അത്ര ഹാഫിന്റെ കണക്കാണ് എടുത്തത്. രണ്ടും ഈക്വൽ എമൗണ്ടിലാണ് വന്നത്. എന്നിട്ടാണ് ഈ ഒരു ഇത് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഈ വീഡിയോ മുഴുവൻ ഒന്ന് പഠിച്ചിട്ട് വരിക. അപ്പോൾ അടുത്ത വീഡിയോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.